ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ബോണഫൈഡ് പി എസ് സിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് മൗലിക കടമകൾ, ഭരണഘടനയിലെ മൗലിക കടമകളാണ് ഇന്ന് വിശദീകരിക്കുന്നത്. ഇതിൻ്റെ ക്ലാസ് കൃത്യമായി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നോക്കാം. മൗലിക കടമകൾ പറയും മുമ്പ് ഞാൻ എൻ്റെ പണ്ടത്തെ ചെറിയ സ്കൂളിൽ പഠിക്കുന്നതായിട്ടുള്ള ഒരു ഓർമ്മ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. പണ്ട് നമ്മൾ LP സ്കൂളിലൊക്കെ പഠിച്ച സമയത്ത് ഞാൻ 4ാം ക്ലാസ്സിൽ A ക്ലാസ്സിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. 4A ക്ലാസ്സിൽ. അവിടെ ഒരു 50-51ഓളം കുട്ടികൾ ആ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമുക്ക് അറിയുന്നതാണല്ലേ, ക്ലാസ്സിൽ കുറച്ച് പഠിപ്പിസ്റ്റായിട്ടുള്ള ടീച്ചേഴ്സിൻ്റെയൊക്കെ ഗുഡ് സർട്ടിഫിക്കറ്റുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും. പിന്നെ കുറച്ച് ബാക്ക് ബെഞ്ചേഴ്സ്. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ നല്ല അനുസരണയുള്ള ഒരു കുട്ടിയായിരുന്നു. നല്ല കുട്ടിയായിരുന്നു കേട്ടോ. നല്ല അനുസരണയൊക്കെ ഉള്ളൊരു കുട്ടിയായിരുന്നു. ആദർശ് എനിക്കിപ്പോഴും ആ പേര് ഓർമ്മയുണ്ട്, ആദർശ്. അപ്പോൾ അവനെന്ന് വെച്ചാൽ നല്ല ഐക്യമായിരുന്നു എല്ലാ കുട്ടികളോടും. പഠിപ്പിസ്റ്റാണെന്നുള്ളൊരു അഹങ്കാരമൊന്നുമില്ല, നല്ല ഐക്യമുള്ള, എല്ലാവരോടും നല്ല ഐക്യം. പിന്നെ റെഡ് ക്രോസിനൊക്കെ ചേർന്നിട്ടുള്ളൊരു സേവനമൊക്കെ, മിലിറ്ററിയിലൊക്കെ പോകാനായിരുന്നു ആഗ്രഹം. നല്ല സേവനമൊക്കെ നടത്തുന്ന ഒരു കൂട്ടത്തിലായിരുന്നു അവൻ. അപ്പോൾ എല്ലാവരോടും നല്ല ഐക്യവും നല്ല സേവനമൊക്കെ നടത്താൻ താല്പര്യമൊക്കെ ഉള്ളൊരു കുട്ടിയായിരുന്നു അത്. പിന്നെ അതേ സ്കൂളിൽ തന്നെ അവനൊരു സിസ്റ്റർ ഉണ്ടായിരുന്നു, ഒരു സഹോദരി. ഭയങ്കര സ്നേഹമായിരുന്നു അവന് സഹോദരീനോട്. എല്ലാവർക്കും അങ്ങനെയാണ്, നല്ല സ്നേഹമായിരിക്കും സഹോദരന്മാരോടൊക്കെ അല്ലേ. ആ സഹോദരീനവന് ഭയങ്കര എന്താ പറയുക, അന്തസ്സിലിങ്ങനെ സ്കൂളിൽ ഇൻ്റർവെല്ലിൻ്റെ സമയത്തൊക്കെ അവളെ പോയി കണ്ട് നല്ല അന്തസ്സിൽ അവളെയും കൊണ്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. ഞങ്ങളിപ്പം കാണുമായിരുന്നു അത്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നല്ലൊരു സംസ്കാരത്തിൽ വളർന്ന ഒരു കുട്ടിയാണ് കേട്ടോ. നല്ല സംസ്കാരമൊക്കെ ഉള്ള ഒരു കുട്ടി. പിന്നെ സ്കൂളിൽ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉള്ള സമയത്ത്, പിന്നെ ജൂൺ 5 പരിസ്ഥിതി ദിനമൊക്കെ വരുന്ന സമയത്ത് നിറച്ചും ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ച് ഭയങ്കര പ്രകൃതി സ്നേഹിയായിരുന്നു. പിന്നെ പരിസ്ഥിതിയൊക്കെ നല്ല വൃത്തിയാക്കി കൊണ്ട് നടക്കുമായിരുന്നു. ക്ലാസ്സും പരിസരമൊക്കെ നല്ല വൃത്തിയാക്കി കൊണ്ട് നടക്കുമായിരുന്നു. സയൻസായിരുന്നു അവന് ഏറ്റവും ഇഷ്ടമുള്ള വിഷയം. അപ്പോൾ അതിൽ നല്ല തലമുള്ളൊരു കുട്ടിയായിരുന്നു സയൻസിൽ. അപ്പോൾ നല്ല കുറേ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്താനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ നമ്മൾ സ്കൂളിൻ്റെ അടുത്തൊരു പാർക്കുണ്ട്. അപ്പോൾ പുറത്തൊക്കെ പോയി പാർക്കിലൊക്കെ പോകുന്ന സമയത്തൊക്കെ ഒന്നും എറിഞ്ഞ് പൊട്ടിക്കുകയൊന്നുമില്ല. നല്ലോണം ഇങ്ങനെ എല്ലാം നീറ്റായി വളരെ ഡിസിപ്ലിനായിട്ട് നടക്കും പാർക്കിൽ നിന്നൊക്കെ. ഒന്നും എറിഞ്ഞ് പൊട്ടിക്കുകയൊന്നുമില്ല. നല്ല സംരക്ഷിച്ച് കൊണ്ട് നടക്കുന്ന ഒരു കൂട്ടത്തിലാണ്. അങ്ങനെ ഇവൻ്റെ ഈ ഒരു നല്ല സ്വഭാവവും പ്രവർത്തനമൊക്കെ കണ്ടിട്ട് ഒരിക്കൽ അസംബ്ലി വിളിച്ചിട്ട് ടീച്ചേഴ്സ് എല്ലാവരും ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെയുള്ള കുട്ടികളാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെയുള്ള രാഷ്ട്രത്തിൻ്റെ പ്രവർത്തനത്തിന് കൂട്ടായിട്ട് നിങ്ങൾ ഇവൻ്റെ കൂടെ കൂട്ടായിട്ടുണ്ടാവണം. പിന്നെ നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കണം. എല്ലാവരും കൂടെ അതിനുവേണ്ടി പഠിച്ച് നല്ല കുട്ടികളായിട്ട് വളരണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ഓർമ്മ അന്നത്തെ. അപ്പോൾ ഇനി നമുക്ക് മൗലിക കടമകളിലേക്ക് നോക്കാം. നമ്മുടെ ഭരണഘടനയിലെ പാർട്ട് 4A ആർട്ടിക്കിൾ 51A കടമകൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. 11 കടമകളാണ് നിലവിൽ നമുക്കുള്ളത്. ഈ A എന്ന് വന്നത് അതൊരു അമണ്ട് ചെയ്ത ഭാഗമായതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പോൾ ഒന്നാമത്തെ ഡ്യൂട്ടി അല്ലെങ്കിൽ കടമ എന്ന് പറയുന്നത് ഭരണഘടനയെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും നമ്മൾ അനുസരിക്കുകയും ദേശീയ ഗീതം, ദേശീയ ഗാനം ഇവയെല്ലാം ബഹുമാനിക്കുകയും ചെയ്യണം. ഇനി അടുത്ത രണ്ടാമത്തെ മൗലിക കടമ, നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിനൊക്കെ പ്രചോദനമായ ഒരുപാട് ആൾക്കാരും ഒരുപാട് ആദർശങ്ങളും ഉണ്ട് അല്ലേ. ആ ആദർശങ്ങളെയൊക്കെ പിന്തുടരുകയും ബഹുമാനിക്കുകയും വേണം എന്നുള്ളതാണ് രണ്ടാമത്തത്. സിയിൽ പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയൊക്കെ നമ്മൾ സംരക്ഷിക്കണം എന്നുള്ളതാണ്. ഡിയിൽ പറഞ്ഞിട്ടുള്ളത് എന്താ, രാജ്യത്തെ കാത്തു സൂക്ഷിക്കണം അല്ലേ. രാജ്യത്തിന് എന്തെങ്കിലും സേവനം ആവശ്യമായി വരികയാണെങ്കിൽ അത് നമ്മൾ രാജ്യത്തോട് ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് ഡിയിൽ പറഞ്ഞിട്ടുള്ളത്. ഇയിൽ പറഞ്ഞിട്ടുള്ളത് മതവും ഭാഷയും ദേശവും ഒക്കെ മറന്ന് അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ അപ്പുറത്തായിട്ട് ജനങ്ങൾക്കിടയിൽ സൗഹൃദം, സഹോദര മനോഭാവമൊക്കെ വളർത്തിയെടുക്കണം നമ്മൾ. പിന്നെ സ്ത്രീകളുടെ അന്തസ്സിന് കോട്ടം തട്ടുന്ന രീതിയിലുള്ള ആചാരങ്ങളൊക്കെ ഉപേക്ഷിക്കുക, അവരെ നല്ല ബഹുമാനത്തോടെ അന്തസ്സോടെ സംരക്ഷിക്കുക എന്നുള്ളതാണ്
ഇയിൽ തന്നെ ഉള്ളതാണ്. അടുത്തത് എഫ് പറഞ്ഞിട്ടുള്ളത് സംസ്കാരവും നമ്മുടെ സംസ്കാരവും പാരമ്പര്യത്തിനെയൊക്കെ വിലമതിക്കുക, അത് അതേപോലെ നിലനിർത്തി പോരുക എന്നുള്ളതാണ്. അടുത്തത് ജി ആണ്. ജിയിൽ പറഞ്ഞിട്ടുള്ളത് ജീവി എന്നുള്ളതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചോളൂ. ജീവി. ജിയിൽ പറഞ്ഞിട്ടുള്ളത് എല്ലാ വന്യജീവി പരിസ്ഥിതി ഇതൊക്കെ സംരക്ഷിക്കുക, തടാകങ്ങൾ നദികളൊക്കെ സംരക്ഷിക്കുക, പ്രകൃതി പരിസ്ഥിതി സംരക്ഷണമാണ് ജിയിൽ പറഞ്ഞിട്ടുള്ളത്. എച്ചിൽ പറഞ്ഞിട്ടുള്ളത് അടുത്തത് ശാസ്ത്രപരമായ നമ്മുടെ കാഴ്ചപ്പാട് അല്ലേ, ശാസ്ത്രീയ കാഴ്ചപ്പാടും മനോഭാവമൊക്കെ ശാസ്ത്രത്തോടുള്ള ആ പരിഷ്കരണ മനോഭാവമൊക്കെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് എച്ചിൽ പറഞ്ഞിട്ടുള്ളത്. ഐയിൽ പറഞ്ഞിട്ടുള്ളത് എന്താ, പൊതു സ്വത്ത് പൊതു സമ്പത്ത് നമ്മൾ സംരക്ഷിക്കണം, ഒന്നിനെയും നമ്മൾ എന്താ പറയുക നശിപ്പിച്ച് കളയരുത് അല്ലേ, നല്ല രീതിയിൽ സംരക്ഷിക്കുക. ജെ പറഞ്ഞിട്ടുള്ളത് രാഷ്ട്രത്തിന് വേണ്ടി വ്യക്തിപരമായും കൂട്ടായും എല്ലാ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുക, എന്നിട്ട് രാഷ്ട്രത്തിൻ്റെ ഉന്നമനത്തിലേക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കുക എന്നുള്ളതാണ് അടുത്തത് പറഞ്ഞിട്ടുള്ളത്. ലാസ്റ്റ് ഉള്ളത് കെ ആണ്, സ്മോൾ കെ. അതൊരു അമെൻമെൻറ്റിലൂടെ പിന്നീട് കൂട്ടിച്ചേർത്ത ആർട്ടിക്കിളാണ്. അതിൽ പറയുന്നത് 6 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് മാതാപിതാക്കളും രക്ഷിതാക്കളും ഒക്കെ വിദ്യാഭ്യാസ അവസരം നൽകണം എന്നുള്ളതാണ്. ഇത്രയാണ് 11 മൗലിക കടമകൾ. അപ്പോൾ പറഞ്ഞു തന്ന ഓർമ്മ 4ാം ക്ലാസ്സിലെ ഓർമ്മ പങ്കുവച്ചതിലുള്ളത് അനുസരണ, ആദർശം, ഐക്യം, ദേശസ്നേഹമല്ല ദേശസേവനമാണ് കേട്ടോ അവിടെ വരേണ്ടത്. ദേശസേവനം, സാഹോദര്യ മനോഭാവം, സ്ത്രീകളുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുക, പിന്നെ പ്രകൃതി പരിസ്ഥിതി സംരക്ഷണം, ശാസ്ത്ര മുന്നേറ്റം, പൊതുസ്വത്ത് സംരക്ഷിക്കുക, രാഷ്ട്ര ഉന്നമനത്തിന് കൂട്ടായും വ്യക്തിപരമായും നമ്മൾ പ്രവർത്തിക്കുക. ഏറ്റവും അവസാനത്തെ കെയിൽ 6 to 14 വയസ്സ് വരെയുള്ള വിദ്യാഭ്യാസം. ഇത്രയുമാണ് മൗലിക കടമകളെന്നത് പഠിക്കാനുള്ളത്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ക്ലാസ്സും കൂടെ കാണുക. ഇതുവരെയുള്ളൂ. താങ്ക് യു. ബൈ.